കെട്ടായി ഒരു മനസ്സായി ഒന്നിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഇരേപുരത്തിന് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കൺവെൻഷന് ഔദ്യോഗികമായി സംഘടനാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വരുന്നതിന് തൊട്ടു മുമ്പ് വരെ, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിലവിൽ വരുന്നതിന് മുമ്പ് വരെ നടന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനത്തോടു കൂടി, അതിലേറെ വിനയത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പ്രിയപ്പെട്ട ഷാനവാസ് ഖാൻ സാറ് തൊട്ടടുത്ത യോഗത്തിൽ, തൊട്ടു മുമ്പുള്ള യോഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ എത്തുമ്പോൾ ഈ നാട്ടിലെ ജനത ഐക്യമുന്നണി, നമ്മുടെ UDFന്റെ നേതാക്കന്മാരോടൊപ്പം നമ്മുടെ ടീം UDFനെ അതിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ ഹൃദ്യമായി ഒരു മുൻപരിചയവുമില്ലാത്ത എന്നെ സ്വീകരിക്കപ്പെട്ടപ്പോൾ അങ്ങനെ സ്വീകരിക്കപ്പെടാൻ ഇടയായ സാഹചര്യം എന്താണ് എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ പരിശോധിക്കപ്പെട്ടപ്പോൾ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ഇരേപുരം അടക്കമുള്ള നിയോജക മണ്ഡലത്തിലെ ബഹുജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഒരു പുതുയുഗ പിറവിക്ക് തയ്യാറാക്കാൻ സ്വീകരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യമാണ് എനിക്ക് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച സ്നേഹ വായ്പകൾ കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിലെ നേതാക്കന്മാരോടൊപ്പം, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളോടൊപ്പം, ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും പള്ളികളിലെ ഈദ്ഗാഹ് സംഗമങ്ങളിലേക്കും ക്രിസ്തീയ മത നോമ്പ് അല്ലെങ്കിൽ അവരുടെ ഉപവാസ പ്രാർത്ഥനകളിലേക്കും ക്രിസ്തുമത വിശ്വാസത്തിന്റെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലേക്കും ചടങ്ങുകളിലേക്കും പങ്കെടുക്കുമ്പോൾ ആ ഹൃദ്യമായ സ്വീകാര്യത ടീം UDFന് അത്രമേൽ പ്രതീക്ഷയും സ്നേഹവും അർപ്പിക്കുന്നതിന്റെ പ്രതീകമായ ആളായി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതിന് നേതൃത്വം നൽകുന്ന ടീം UDFനെ കാണുന്നു എന്നുള്ളത് നമ്മളെ എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഇരേപുരത്തെ ജനതയും കാണുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിരുന്നു. ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ച് എന്റെ 12ാമത്തെ വയസ്സ് മുതൽ ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ കുട്ടികളുടെ റെഡ് വാളണ്ടിയർ ക്യാപ്റ്റനായി തുടങ്ങി, എന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ വിദ്യാർത്ഥി സംഘടനാ നേതാവായി, കോളേജ് യൂണിയൻ ഭാരവാഹിയായി, ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ ഭാരവാഹിയുമായി, തുടർന്ന് യുവജന പ്രസ്ഥാനത്തിലും ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പദവി വരെ അലങ്കരിക്കുമ്പോൾ ആ സമര സംഘടന രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനപ്പുറം ഒരു താരപരിവേഷവും ഇല്ലാത്ത എന്നെ പോലൊരു സ്ഥാനാർത്ഥിക്ക് ഇരേപുരം നിയോജക മണ്ഡലത്തിൽ ലഭിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ആ സ്വീകാര്യത, ഞാനെന്ന വ്യക്തിക്കോ ഞാനെന്ന സ്ഥാനാർത്ഥിക്കോ ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് അപ്പുറം ടീം UDFനെ ജനങ്ങൾ അത്രമേൽ പ്രതീക്ഷയോട് നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ സ്വീകാര്യതയായിട്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആയുധമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. സമസ്ത മേഖലയിൽ തകർന്ന് തരിപ്പണമായതിന്റെ, അധികാര ഗർവിന്റെ, അധികാര രാഷ്ട്രീയത്തിന്റെ, എതിരാളികളെ തിരിച്ചടിക്കാൻ ഏത് കുതന്ത്രങ്ങളും ഏത് അധാർമിക നിലപാടുകളും സ്വീകരിക്കുന്നതിനെതിരായിട്ടുള്ള ആ മടുപ്പിന്റെ സ്വീകാര്യത കൂടി ജനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ടീം UDF
ആ ടീം UDF സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത ഭരണകൂടത്തിനെതിരായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ യുവജന സംഘടനാ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, നേരിട്ട് ഇടപെട്ടിട്ടുള്ള എത്രയോ സംഭവങ്ങൾ. ഏറ്റവും അവസാനം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ 1-ാം റാങ്ക് ലിസ്റ്റിൽ പേര് നേടിയിട്ട്, PSC റാങ്ക് ലിസ്റ്റിൽ കോളേജ് അധ്യാപക നിയമനത്തിൽ 1-ാം റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്ക് ലഭിച്ചിട്ട് നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ അവരെ അഭിവാദ്യം ചെയ്ത് നിന്നിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖലയുടെ തകർച്ചയിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട വിധവകളുടെ മുന്നിൽ ഒരു സംഘടനാ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിന്നിട്ടുണ്ട്. അച്ഛനെ നഷ്ടപ്പെട്ടവരുടെ മുന്നിൽ നിന്നിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളായ നമ്മുടെ ശരത് ലാലിനെയും കൃപേഷ് ലാലിനെയും കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ പിതാവിന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയില്ലാതെ കേരളം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നതിന്റെ ഗതികേടുകളുടെ മുന്നിൽ, അനാഥത്വം നേരിട്ട കുടുംബങ്ങളുടെ മുന്നിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. തൊഴിലിനു വേണ്ടി ഈ നാടും പൗരത്വം ഉപേക്ഷിച്ച് വിദേശത്ത് പോകുമ്പോൾ അനാഥമാകുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുന്നിൽ നമ്മൾ ഓരോരുത്തരും നിന്നിട്ടുണ്ട്. സമസ്ത മേഖലയിൽ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരത്തിന് അവരെ തിരിച്ചടിക്കാനുള്ള ഒരു ആയുധമായി ഐക്യജനാധിപത്യ മുന്നണിയെ ഈ നാടും ജനതയും കാണുമ്പോൾ ഒരു ടീം UDFന്റെ സ്പിരിറ്റിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്ന ഒരു മഹാപ്രസ്ഥാനമായി, ഒരു ജനകീയ പ്രസ്ഥാനമായി, കേവലം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയ്ക്കപ്പുറമുള്ള ഒരു മഹാപ്രസ്ഥാനമായി ടീം UDFനെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പു നൽകുന്നു, ഐക്യജനാധിപത്യ മുന്നണി, എന്റെ മുന്നണി എനിക്ക് നൽകുന്ന നിർദ്ദേശം, എനിക്ക് നൽകുന്ന ഉപദേശം, എന്നിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാമെന്ന ഉറപ്പാണ് എനിക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ